നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കോഴ്സാണ് സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ്. ഇത് ഈസി കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. ദിസ് ഈസ് വേൾഡ്സ് നമ്പർ 1 എത്തിക്കൽ ഹാക്കിംഗ് സർട്ടിഫിക്കേഷൻ ആൻഡ് യു ക്യാൻ ഓൾസോ വർക്ക് എനിവെയർ വിത്ത് ദിസ് സർട്ടിഫിക്കറ്റ്. ഇത് ഗ്ലോബലി സർട്ടിഫൈഡ് ആണ്. ഞാൻ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആണ്, സർട്ടിഫൈഡ് ട്രെയിനർ ആണ്. അപ്പോൾ ഇനിയും ഒരു മോഡ്യൂളിൽ കുറച്ച് മോഡ്യൂൾസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു പെയ്ഡ് ആയിട്ട് വരുന്ന എക്സാമാണ്. ഒരുപാട് ജോബ് റോൾസ് ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു മേഖലയാണ്. നിങ്ങൾ ഈ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ ഞാൻ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ടോപ്പിക്സ് ഓവർവ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈബർ സ്പേസ്, സൈബർ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഹാക്കേഴ്സ്, അതായത് ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് എന്താണ്, CIA ട്രയാഡ്, ത്രെറ്റ്, റിസ്ക്, വൾനറബിലിറ്റി, അറ്റാക്ക്, ബ്രീച്ച്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എങ്ങനെ നമ്മളത് ആൻസർ കൊടുക്കണം, അങ്ങനെയുള്ളൊരു ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവും കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയുള്ള കുറച്ച് ടിപ്സും കൂടിയാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്താണ് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ സൈബർ സ്പേസ് എന്താണെന്ന് നോക്കാം. സൈബർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻ ഓതർ ഉണ്ട്. ആളുടെ പേരാണ് വില്യം ഗിബ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു 1984 ന്യൂറോമാൻസർ എന്ന് പറഞ്ഞൊരു ബുക്കിലാണ് ഈ ഒരു ടേം ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് സൈബർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ കമ്പ്യൂട്ടർ വേൾഡ് ആണ്. ഇതിൻ്റെ ആവശ്യം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ allows user to share information, to interact, to swap ideas, play games, engage in discussions or social forms or some other activities. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിന് നമുക്ക് സൈബർ സ്പേസ് എന്ന് പറയാം. അപ്പോൾ സൈബർ സ്പേസിൻ്റെ ഡെഫിനിഷൻ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. സൈബർ സ്പേസ് refers to the virtual computer world which allow users to share information, interact, swap ideas, play games, engage in discussion or social forms, conduct business and create intuitive media among many other activities. ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. സൈബർ സ്പേസിനെ പറ്റി അറിയണം, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ഇനി സൈബർ സെക്യൂരിറ്റി നമുക്കറിയാം, നമ്മളെല്ലാവരും സൈബർ വേൾഡിലാണ് ജീവിക്കുന്നത്. നമുക്കിപ്പോൾ മൊബൈലോ ലാപ്ടോപ്പോ അതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നുമില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം, അതിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതനുസരിച്ച് സെക്യൂരിറ്റി ലാക്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ, പ്രിവെൻഷൻ മെത്തേഡൊക്കെ വെച്ചിട്ട് വേണം നമ്മളിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും വളരെ കുറവായിരിക്കും. അപ്പോൾ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് ഈ ബാങ്കിലുള്ള തട്ടിപ്പ്, പലതരത്തിലുള്ള സൈബർ അറ്റാക്സ്. ഇപ്പോൾ കോൾ ചെയ്തിട്ട് വരാം, ലിങ്ക് ക്ലിക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ ക്രെഡൻഷ്യൽസ് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ യൂസർ നെയിം പാസ്വേഡ് ക്രാക്ക് ചെയ്ത് കയറി നമ്മുടെ ബാങ്ക് കംപ്ലീറ്റ് കാലിയാക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. നമ്മൾ അതിനെപ്പറ്റി കറക്റ്റായിട്ട് അവെയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ലോസസ് ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു പേഴ്സൺ ഒരാളുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ ബാങ്കിൻ്റെ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഇതെല്ലാം ചിലർ മിക്കവാറും സേവ് ആക്കി വെച്ചിരിക്കും. വെബ്സൈറ്റിൽ കയറാനും അല്ലെങ്കിൽ ആപ്പിൽ കയറുന്ന സമയത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. പാസ്വേഡൊന്നും ഓട്ടോ സേവ് കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് കൊടുക്കണം. റീസെറ്റ് കൊടുത്താൽ തന്നെ ഒരു പരിധി വരെ മിക്കവാറും പാസ്വേഡ്സൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഓട്ടോമാറ്റിക് ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാസ്വേഡ്സ് ഒന്നും സേവ് ചെയ്ത് വെക്കരുത്. ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് പാസ്വേഡ് കൊടുത്ത് പുതിയ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് വരുന്ന ഫിനാൻഷ്യൽ ലോസിനേക്കാൾ കൂടുതലായിരിക്കും ഒരു കമ്പനിക്ക് വരുന്നത്. കമ്പനിയിൽ വരുമ്പോൾ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ആവശ്യമായിട്ടുള്ള രേഖകളോ ഒന്നും
എന്ത് പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പാടില്ല. ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല, അവരുടെ റെപ്യൂട്ടേഷൻ, ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അതിൻ്റെ റെപ്യൂട്ടേഷൻ, ബാങ്ക് ആണെങ്കിൽ അതിൻ്റെ റെപ്യൂട്ടേഷൻ, ഇതെല്ലാം അത് എഫക്റ്റ് ചെയ്യും സൈബർ അറ്റാക്കിലൂടെ. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടീം വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഒരു സിമ്പിൾ വേർഡ്സിൽ നമുക്ക് പറയാം, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് യുവർ സൈബർ അസറ്റ്സ് ആൻഡ് ക്രിട്ടിക്കൽ ഡാറ്റ. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ ഡാറ്റയും സൈബർ അസറ്റ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഈസ് ദ ആക്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ്, സെർവേഴ്സ്, മൊബൈൽ ഡിവൈസസ്, ഇലക്ട്രോണിക് ഫ്രെയിംവർക്സ്, ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം മെലീഷ്യസ് ത്രെറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. ഈ ഡെഫിനിഷൻ നമ്മൾ നോക്കി വയ്ക്കണം. What is a cyber security? Cyber security is the application of technologies, processes and controls to protect system, network, programs, devices and data from cyber attacks. Simple ആയിട്ട് പറഞ്ഞാൽ it is act of protecting devices like computers, servers, mobile devices, electronic frameworks, organization and information from malicious threat. ഇങ്ങനെ പറഞ്ഞാലും ഡെഫിനിഷൻ കറക്റ്റ് ആണ്. അതിൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് എയിംസ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് സൈബർ അറ്റാക്സ് ആൻഡ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ്, ഡിലീഷൻ, അഡീഷൻ, മാനിപ്പുലേഷൻ ദ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക്സ് ആൻഡ് ടെക്നോളജീസ്. അപ്പോൾ ഇത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ, അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്കോ ഡിവൈസസിലേക്കോ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനോ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനുള്ളതാണ് സൈബർ സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെയാണ്. സൈബർ സെക്യൂരിറ്റി ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ ഒരു സബ്സെറ്റാണ്. അതായത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ ഒരു പാർട്ടാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് കിട്ടണം. സൈബർ സ്പേസിനെ പറ്റി ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സൈബർ സ്പേസ് ഇസ് ഡിഫൈൻഡ് ആസ് ഡൈനാമിക് ആൻഡ് വെർച്വൽ സ്പേസ് that connects the different computer systems. അല്ലേ? അപ്പോൾ ഇതിന് തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഫോസെക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പനിയുടെ കേസിലാണെങ്കിൽ ഒരു സാധാരണ ഒരു ബാങ്ക് ആണെങ്കിൽ കൺസിഡർ ചെയ്യാം. ബാങ്ക് അതിൽ ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ടായിരിക്കും, ഫിസിക്കലായിട്ടുണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം വാല്യുബിൾ ആണ് അവർക്ക്, അല്ലേ? അപ്പോൾ ഏത് ടൈപ്പിലുള്ള ഡാറ്റ ആണെങ്കിലും വെദർ ഇറ്റ് ഈസ് എ ഡിജിറ്റൽ, ഫിസിക്കൽ ഓർ എനി അനദർ ഫോം, നമുക്കത് ഇതിനെല്ലാം ഈ ഇൻഫോർമേഷനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാത്രമല്ല, ഫിസിക്കലായിട്ടുള്ള ഏതൊരു ഫോമിലുള്ള ഇൻഫോർമേഷനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടെ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നോക്കണം, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ. ഈ ഒരു CAA ട്രയാഡ് എന്ന് പറയുന്ന ടേം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെഷേഴ്സ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ആ ഡാറ്റ സെക്യൂർ ചെയ്യുന്നത്. അതായത് വേറൊരാൾക്ക് ആക്സസ് ചെയ്യാതെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ, ടാമ്പർ ചെയ്യാൻ, ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റാതെ ഈ ഡാറ്റാസൊക്കെ സെക്യൂർ ചെയ്യണമെങ്കിൽ കുറച്ച് പോളിസീസും പ്രൊസീജിയേഴ്സും മെഷേഴ്സും മെത്തേഡ്സും ഒക്കെ ഫോളോ ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൻ്റെ ഞാൻ പറഞ്ഞു, ബാങ്കിൽ ഇതിൽ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒരു ലോക്ക് ചെയ്ത് ഫയലിംഗ് ക്യാബിനറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയാസിലേത് ബാങ്ക് സെർവേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കും. അപ്പോൾ ഫിസിക്കൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ് ഇങ്ങനെ പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ്, ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ആണെങ്കിലും ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അഡ്മിൻ ഉണ്ടായിരിക്കും. അവർക്ക് യൂസർ നെയിം, പാസ്വേഡ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് ആ അഡ്മിൻസിന് മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ടെക്നിക്കൽ കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്രിപ്ഷൻ, അതായത് പ്ലെയിൻ ടെക്സ്റ്റിലല്ലാതെ വേറൊരു ഫോമിലായിട്ട് മാറ്റിയിട്ടാണ് അത്
സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടും ഇത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ ഫോം ഓഫ് ഇൻഫോർമേഷൻ, വെദർ ഡിജിറ്റൽ, ഫിസിക്കൽ ഓർ ഇൻ എനി അതർ ഫോം. അതാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, വിച്ച് പ്രൊട്ടക്ട് ദ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയണം ഇൻഫോർമേഷൻ സെക്യൂരിറ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ. അടുത്തത് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈബർ സെക്യൂരിറ്റി ഈസ് പാർട്ട് ഓഫ് എ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. അത് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഡിജിറ്റൽ സിസ്റ്റം, നെറ്റ്വർക്ക്സ്, ഡാറ്റ, ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ അറ്റാക്ക് ചെയ്യുന്ന നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിനെയും നെറ്റ്വർക്ക്സിനെയും ഡാറ്റയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സൈബർ സെക്യൂരിറ്റി, വിച്ച് കോൺസെൻട്രേറ്റ്സ് ഓൺ പ്രൊട്ടക്റ്റിംഗ് ഇൻഫോർമേഷൻ ഇൻ സൈബർ സ്പേസ്. അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് സൈബർ സെക്യൂരിറ്റി. ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസും അതുപോലെ അതായത് ഡിജിറ്റലി ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് സൈബർ സെക്യൂരിറ്റി. മറ്റേന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള ഫോമിലുള്ളതും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. അപ്പോൾ ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സൈബർ ത്രെറ്റ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഏതൊക്കെയാണ്? ഡിഫെൻഡിങ് അഗെയിൻസ്റ്റ് സൈബർ ത്രെറ്റ്സ്. ഏതൊക്കെ സൈബർ ത്രെറ്റ്സ് ആണുള്ളത്? ഹാക്കിംഗ്, മാൽവെയർസ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള കോഡായിരിക്കും അതിലുണ്ടായിരിക്കുക. ഫിഷിംഗ് അറ്റാക്ക് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടായിരിക്കും. ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ ഒരു ലിങ്ക് വരും, ബാങ്കിൽ നിന്നാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ലിങ്ക് ആയിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ഒന്നും കൂടി അപ്ഡേറ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വൗച്ചർ കിട്ടിയിട്ടുണ്ട് അത് റിഡീം ചെയ്യണമെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ലിങ്കിനെയാണ് ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ അത് മെയിനായിട്ട് ഒരുപാട് കൂടുതൽ ആൾക്കാർക്ക് സംഭവിക്കുന്ന അറ്റാക്കാണ് ഈ ഫിഷിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനുള്ളതാണ് സൈബർ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, എൻഷുറിങ് സെക്യൂരിറ്റി ഓഫ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ. നമുക്ക് ഹാർഡ്വെയറിനെയും പ്രൊട്ടക്ട് ചെയ്യണം, സോഫ്റ്റ്വെയറിനെയും പ്രൊട്ടക്ട് ചെയ്യണം, ഡാറ്റ അതായത് ഇൻഫോർമേഷൻ, എന്താ പറയുക, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ഇതെല്ലാം ഒരു സെക്യൂരിറ്റി കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം. അത് വെച്ചിട്ട് ഈ ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് ട്രാഫിക്കിനെയൊക്കെ ആക്സസ് ചെയ്ത് അതിനാവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം കടത്തിവിടുന്നതാണ് ഫയർവാൾ. ഫയർവാളിനെ പറ്റിയിട്ട് നമുക്ക് കുറേ പഠിക്കാനുണ്ട്, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ, പിന്നെന്താ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് ഫോർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മൊബൈൽ ഡിവൈസസ്, IoT ഡിവൈസസ്, ഇതൊക്കെ സൈബർ സെക്യൂരിറ്റിയുടെ എക്സാമ്പിളാണ്. ഇൻസിഡൻറ്റ് റെസ്പോൺസ് ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക്സ്. അപ്പോൾ ഇതിൻ്റെ സമ്മറി. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി? സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ്, സർവേഴ്സ്, മൊബൈൽ ഡിവൈസസ്, ഇലക്ട്രോണിക് ഫ്രെയിംവർക്സ് ഫ്രം malicious threat. Cyber security is a part of information security. ഇനി ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഈസ് ബ്രോഡർ ആൻഡ് കവറിങ് ഓൾ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് വേരിയസ് മീൻസ് ടു പ്രൊട്ടക്ട് ഇറ്റ്. അതായത് ഫിസിക്കൽ ആയാലും ഡിജിറ്റൽ ആയാലും ഏത് ടൈപ്പിലുള്ള ഫോമിലായാലും ആ ഇൻഫോർമേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. അതിന് വേണ്ടിയിട്ട് ചില പോളിസീസും മെഷേഴ്സൊക്കെ യൂസ് ചെയ്യും. അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി എല്ലാം അവർ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ബോത്ത് ഫീൽഡ്സ് എയിം ടു പ്രൊട്ടക്ട് ഇൻഫോർമേഷൻ. അപ്പോൾ രണ്ട് ഫീൽഡിൻ്റെയും മെയിൻ ഉദ്ദേശം എന്താണ്? ഇൻഫോർമേഷൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഡിഫറെൻ്റ് ആംഗിളിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സും സ്കോപ്സും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചു സൈബർ സ്പേസ് എന്താണ്, പിന്നെ സൈബർ സെക്യൂരിറ്റി എന്താണ്, പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. ഇനി മോട്ടീവ്സ്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെക്യൂരിറ്റി അറ്റാക്സ്. ഇപ്പോൾ ഒരു സൈബർ അറ്റാക്കറിനാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള മോട്ടീവ് ഉണ്ടായിരിക്കും. മിക്കവാറും മോട്ടീവ് എന്ന് പറയുന്നത് ഇതായിരിക്കും, എന്താണ്, മണി പർപ്പസിന്, റാൻസം മണി ചോദിക്കുന്നതിന് വേണ്ടിയായിരിക്കും, ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും സൈബർ അറ്റാക്സ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ്, അപ്പോൾ ഈ ഒരു അറ്റാക്ക് നടത്തുമ്പോൾ ഒരു ഗോൾ ഉണ്ടായിരിക്കും, എന്തായിരിക്കും അതിൻ്റെ ആവശ്യം, ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, എന്ത് വൾണറബിലിറ്റി ആണ് അതിലുള്ളത്, ഈ മൂന്നും ചെക്ക് ചെയ്തിട്ടായിരിക്കും, ഈ മൂന്നും വെച്ചിട്ടായിരിക്കും ഒരു അറ്റാക്ക്
ലോഞ്ച് ചെയ്യുന്നത് ആദ്യം ഒരു പർപ്പസ് ഗോള്, പിന്നെ അതിൻ്റെ ഏത് പ്രൊസീജിയർ, ഏത് മെത്തേഡ്സ്, ഏത് ടൂൾസ്, ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം അറ്റാക്ക് നടത്തേണ്ടത്. ആ ഒരു ഇപ്പോൾ ടാർഗറ്റിൽ എന്തെല്ലാം ലൂപ്പ് ഹോൾസ്, എന്ത് വീക്ക്നെസ് ആണുള്ളത് എന്നെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ടാർഗറ്റ് സ്റ്റോർസ് ഓർ പ്രോസസ്സസ് സംതിങ് വാല്യുബിൾ ലീഡ്സ് ടു ത്രെറ്റ് ഓഫ് അറ്റാക്ക് ഓൺ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ മോട്ടീവ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇൻഫോർമേഷൻ എടുക്കാനായിട്ടായിരിക്കും, ബിസിനസ് ഫ്ലോ, വർക്ക് ഫ്ലോ, അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോയിരുന്ന ഒരു കമ്പനിയുടെ ബിസിനസ് ഫ്ലോവിനെ ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട്, പിന്നെ ഡാറ്റ മാനിപ്പുലേഷൻ, അവരുടെ ഡാറ്റാബേസ് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് ഫിയർ, ഒരു പേടി പരത്താൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തും. പിന്നെ ഫിനാൻഷ്യൽ ലോസ്, അതാണ് മെയിൻ ആയിട്ടുള്ള മിക്കവാറും അറ്റാക്കേഴ്സിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ റിലീജിയസ്, പൊളിറ്റിക്കൽ ബിലീഫ്സ്, ചില ഒരു പ്രത്യേക ഒരു ബിലീഫ്സ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടും അറ്റാക്ക് നടത്തും. പിന്നെ അച്ചീവിങ് സ്റ്റേറ്റ്സ് മിലിറ്ററി ഒബ്ജക്റ്റീവ്സ്, അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഡാമേജിങ് റെപ്യൂട്ടേഷൻ, ടേക്കിംഗ് റിവെഞ്ച്, ഡിമാൻഡിങ് റാൻസം, അതായത് ഒരു കമ്പനിയുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കിട്ടി, അത് പ്ലെയിൻ ടെസ്റ്റിലായിരിക്കും, അവർ അതെന്ത് ചെയ്യും, അതൊക്കെ എടുത്ത് എൻക്രിപ്റ്റഡ് ഫോമിലാക്കി മാറ്റി വയ്ക്കും. അപ്പോൾ ഇനി അത് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്ത് വേണം, അവർ കുറച്ച് മണി ഡിമാൻഡ് ചെയ്യും, അതിനാണ് റാൻസം എന്ന് പറയുന്നത്. അത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫോർമാറ്റിലുള്ള ഡാറ്റ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഇനി ഹാക്കേഴ്സ് എന്ന് പറയുന്നത്, ഹാക്കർ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്, ഇതൊക്കെയാണ് മോട്ടീവ്. ഇങ്ങനെയുള്ള മോട്ടീവുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, അതിൻ്റെ മോട്ടീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടാർഗറ്റിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ ഹാക്കർ ഇസ് എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയോ നെറ്റ്വർക്കിനെയോ ബ്രേക്ക് ചെയ്യുന്ന ഏതൊരാളെയും ഹാക്കർ എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ ഒരു സിസ്റ്റത്തിൽ കയറാൻ പെർമിഷൻ ഇല്ല, ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറാൻ പെർമിഷൻ ഇല്ലാതെ നമ്മൾ കയറാൻ കഴിഞ്ഞാൽ നമ്മളും ഒരു ഹാക്കറായിട്ട് പറയാം. കാരണം അവരുടെ കറക്റ്റ് പെർമിഷൻ എടുത്ത് മാത്രമേ നമ്മളൊരു ഹാക്കിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഇല്ലീഗലാണ്. അപ്പോൾ ഹാക്കർ ഇസ് എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ നെറ്റ്വർക്ക്. അപ്പോൾ ഹാക്കർ എന്താണെന്ന് അറിയണം. ഹാക്കർ എന്താണെന്നൊന്നും ചോദിക്കില്ല, അതിൻ്റെ ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ്, അതിൻ്റെ കാര്യങ്ങളും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാക്കർ ഇസ് എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൻ്റെ റീസൺ ഫോർ ഹാക്കിംഗ് ക്യാൻ ബി ടു ഇൻസ്റ്റാൾ. അപ്പോൾ എന്തൊക്കെ വെച്ചിട്ട് ഹാക്ക് ചെയ്യാം, മാൽവെയർ വയ്ക്കാം, മാൽവെയർ. അപ്പോൾ റീസൺ ഫോർ ഹാക്കിംഗ് ക്യാൻ ബി, അതിൻ്റെ റീസൺ എന്താ, ഇൻസ്റ്റാൾ മാൽവെയർ, മാനിപ്പുലേറ്റ് ചെയ്യാം, സ്റ്റീൽ ഡാറ്റ, അതുപോലെ അതിൻ്റെ സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ സർവീസ് ഡൗൺ ആക്കി കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ കുറയ്ക്കാനും, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ക്രാക്ക് ചെയ്യാനുള്ള ടു ഇൻസ്റ്റാൾ മാൽവെയർ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് ആ ഒരു സിസ്റ്റം, ഒരു വെബ്സൈറ്റ് ആണെങ്കിലും ഒരു കമ്പനിയുടെ സിസ്റ്റത്തിലേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൽവെയർസ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഹാക്കിംഗ് ക്യാൻ ഓൾസോ ബി ഡൺ ഫോർ എത്തിക്കൽ റീസൺ such as to find vulnerabilities in a system or a network so that it can be protected against cyber attack. നമ്മളിപ്പോൾ ഒരു കമ്പനീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അറ്റാക്ക്, അതായത് കമ്പനിയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ അറ്റാക്ക് അല്ലെങ്കിൽ അവിടെ സൈബർ അറ്റാക്ക് നടത്തുന്നത്. അങ്ങനെ പറയുന്നതാണ് അത് എത്തിക്കൽ ഹാക്കിംഗ് ആണ്. അല്ലാത്തതൊക്കെ ഹാക്കിംഗ് ആണ്, ഇല്ലീഗലാണ്. സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കേഴ്സിനെയാണ് ഒരു കമ്പനി റിക്രൂട്ട് ചെയ്യുന്നത്, അവിടെ ഹയർ ചെയ്തിട്ട് നമുക്കൊരു പൊസിഷൻ തരണം. എന്തിനാ, കമ്പനിയുടെ സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ, സെക്യൂരിറ്റി പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കറിനെ കമ്പനി ഹയർ ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്പിലുള്ള ഹാക്കേഴ്സാണ് വരുന്നത്: ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് ഗ്രേ ഹാറ്റ് ഹാക്കർ. ഈ 3 എണ്ണത്തിൻ്റെയും ഡെഫിനേഷൻ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. ഇപ്പം ഈ CHൻ്റെ എക്സാം വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ 3ൻ്റെയും ഡിഫറൻസ് കറക്റ്റായിട്ട് നമുക്ക് അറിയണം. അപ്പോൾ ഹാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കർ ഇസ് എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ നെറ്റ്വർക്ക്. എന്താണ് അതിൻ്റെ റീസൺ ഫോർ ഹാക്കിംഗ് ക്യാൻ ബി ടു ഇൻസ്റ്റാൾ മാൽവെയർ, മാനിപ്പുലേറ്റ് ഓർ സ്റ്റീൽ ഡാറ്റ, ഡിസ്ട്രക്ട് ദ ഡിവൈസസ് ഓർ സർവീസ് എക്സെട്ര. അപ്പോൾ 3 ടൈപ്പിലുള്ള ഹാക്കേഴ്സാണ് മെയിൻലി. There are mainly 3 types of hackers: black hat hackers, white hat hackers and grey hat hackers.
അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനാണ് ഇത്. സിമ്പിളായിട്ട് ഒരു ചാർട്ട് പോലെയായിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎത്തിക്കലാണ്. അവർക്ക് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വന്തം എന്താണോ അവരുടെ ഗോൾ, ഫിനാൻഷ്യൽ ആണോ അല്ലെങ്കിൽ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണോ റാൻസം മണിക്ക് വേണ്ടിയിട്ടാണോ എന്താണോ അവരുടെ സ്വന്തം ഗോൾ, അതായത് ലീഗലല്ല ഇല്ലീഗലായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഹാക്ക് ചെയ്യുന്ന ആരെയും ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് നമുക്ക് പറയാം. സോ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആർ ഓൾസോ നോൺ ആസ് അൺഎത്തിക്കൽ ഹാക്കർ. അൺഎത്തിക്കൽ ഹാക്കർ ആണ് ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുന്നത്. ദേ ആർ illegal and unethical hacker. These people hack the system illegally to achieve their own illegal goals. Illegally ആണ് അവർ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ലീഗലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മളെല്ലാവരും ഒരു സർട്ടിഫൈഡ് ഹാക്കർ ആവാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. അപ്പം നമ്മളെല്ലാവരും എന്താണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. അതായത് സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്സ് ആണ്. ഹു യൂസ് ദെയർ സ്കിൽസ് ടു ഫൈൻഡ് വൾനറബിലിറ്റി ഇൻ ഓർഗനൈസേഷണൽ നെറ്റ്വർക്ക്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്കിലോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ വീക്ക്നെസ്സസ് ലൂപ്പ് ഹോൾസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പെർട്സിനെയാണ് ഈ സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്സ് എന്ന് പറയുന്നത്. അവർ ലീഗൽ ആൻഡ് എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്, സർട്ടിഫൈഡ് ആണ്, സ്കിൽഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് അല്ല, അവർ ലീഗലല്ല, ഇല്ലീഗലാണ്, അൺഎത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. അവർ സ്വന്തം ഇല്ലീഗൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏത് തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെങ്കിലും ചെയ്യുന്നതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്. ദേ യൂസ് ദയർ സ്കിൽ ടു ഫൈൻഡ് വൾനറബിലിറ്റീസ് ഇൻ എ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിലെ നെറ്റ്വർക്കിലെയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെയോ വൾനറബിലിറ്റി കണ്ടുപിടിക്കും. സ്വന്തം അവർ അച്ചീവ് ചെയ്ത സ്കിൽസ് യൂസ് ചെയ്തിട്ട് കമ്പനിയിലത്തെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി. അത് സ്കിൽഡ് ആണ്, സർട്ടിഫൈഡ് ആണ്, എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. ഇനി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ഇതും സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് ആണ്. അവർ ഫൈൻഡ് വേസ് ടു ഹാക്ക് ഇൻ ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം ബട്ട് വിത്തൗട്ട് മെലീഷ്യസ് ഇൻറ്റൻറ്റ് ഓഫ്. അപ്പോൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ പോലെ അല്ലാത്ത, അതായത് അത്ര കുഴപ്പമില്ലാത്ത ഹാക്കേഴ്സാണ് ഗ്രേ ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്നത്. അവർ ഹാക്ക് ചെയ്യാൻ നോക്കും. ഒരു സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിലേക്കോ നെറ്റ്വർക്കിലേക്കോ സിസ്റ്റത്തിലേക്കോ കയറിയിട്ട് അവരും ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ടാണ്. അത് കുഴപ്പമില്ലെന്ന് പറയുന്ന കാരണം ദേ ആർ മെയിൻലി സ്റ്റുഡൻസ് ആണ്. അത് നോളേജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ ആക്ടിവിറ്റീസ്, അതായത് ഇല്ലീഗലി ഒരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. എത്തിക്കൽ ആൻഡ് ഇല്ലീഗൽ ഹാക്കേഴ്സിനെയാണ് ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത്. പ്യുവർ ഇല്ലീഗൽ ഹാക്കേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബ്ലാക്ക് ഹാറ്റ്, വൈറ്റ് ഹാറ്റ്, ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ അവർ ചോദിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇല്ലീഗലായിട്ടുള്ള ഹാക്കേഴ്സിനെയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഇല്ലീഗൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ട് തന്നെ അവർ സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ നോക്കും. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്, ലീഗൽ ഹാക്കേഴ്സ് ആണ്, സർട്ടിഫൈഡ് ആണ്. അതായത് CH കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ നെറ്റ്വർക്കും കമ്പ്യൂട്ടർ സിസ്റ്റവും എല്ലാം അതിലത്തെ വൾനറബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹയർ ചെയ്ത എക്സ്പേർട്സിനാണ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ്. ഇനി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കലും ഇല്ലീഗലായിട്ടുള്ള, അവരും ഇല്ലീഗൽ എന്ന് പറയാൻ പറ്റില്ല, ഇല്ലീഗലാണ്. കാരണം കമ്പനിയുടെ പെർമിഷനൊന്നും ഇല്ലാതെ ആയിരിക്കും, പക്ഷെ അത്ര കുഴപ്പമില്ലാത്ത ഹാക്കേഴ്സാണ്. പ്രത്യേകിച്ച് ഇല്ലീഗൽ ഗെയിമിന് വേണ്ടിയിട്ടൊന്നും അല്ല അവർ വർക്ക് ചെയ്യുന്നത്, നോളേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും പക്ഷെ ഇല്ലീഗൽ തന്നെയാണത്. അപ്പോൾ അത് 3 ഡെഫിനിഷൻസും കറക്റ്റായിട്ട് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഇനി ഇത് കൂടാതെ ഉള്ള കുറച്ച് ഹാക്കേഴ്സ് ഉണ്ട്. റെഡ് ഹാറ്റ് ഹാക്കർ, ബ്ലൂ ഹാറ്റ് ഹാക്കർ, ഗ്രീൻ ഹാറ്റ് ഹാക്കർ. അപ്പോൾ ഈ 3 ഫസ്റ്റ് പറഞ്ഞ 3 വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഏതൊക്കെയാണ്? വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ. അത് കൂടാതെ വരുന്ന 3 ഹാക്കേഴ്സാണ് റെഡ് ഹാറ്റ് ഹാക്കർ, ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ ഈ ഹാക്കേഴ്സ്, ഈ റെഡ് ഹാറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്താ ചെയ്യുക? അവർ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതാണ് ബ്ലാക്ക് ഹാറ്റ്. ഈ റെഡ് ഹാറ്റ് എന്ന് പറയുന്നത് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഹാക്കേഴ്സാണ് റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്. അതായത് ഹാക്കേഴ്സ് ഹു യൂസ് സൈബർ അറ്റാക്സ് ടു അറ്റാക്ക് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനെ എതിരായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്. ദെയർ ഇൻറ്റൻഷൻസ് ആർ നോബിൾ. അവരത്ര കുഴപ്പക്കാരല്ല.
These hackers often taken unethical or illegal routes to take down bad hackers. അപ്പോൾ മറ്റുള്ള ഹാക്കേഴ്സിനെ എതിരായിട്ട്, അതായത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിന് എതിരായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്. ഇനി ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റിവെഞ്ചിന് വേണ്ടിയിട്ട് the hackers who seek to take personal revenge or outside security professionals. അതായത് ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ, ഒരു കമ്പനിയിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വൾണറബിലിറ്റീസ് ഒക്കെ കിട്ടും, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പുറത്ത് ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി പ്രൊഫഷണലാണ്. അങ്ങനെ ഒരു കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽസിനെയാണ് ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. റെഡ് ഹാറ്റ് ഹാക്കർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനെ എതിരെ വർക്ക് ചെയ്യുന്നവരാണ് റെഡ് ഹാറ്റ് ഹാക്കർ. ബ്ലൂ ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ, ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ട്സിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ, പുതിയൊരു സോഫ്റ്റ്വെയർസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെക്യൂരിറ്റി പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യും. അതാണ് ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ്. ഇനി ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഗ്രീൻ ഹാറ്റ് എന്ന് പറഞ്ഞാൽ പുതിയതാണ്, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഹാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ന്യൂബി ഹാക്കേഴ്സാണ് ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കറിയില്ല ഇത് അവരുടെ പെർമിഷൻ, കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഹാക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കുഴപ്പം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവുക എന്നുള്ളത് അറിയാതെ അൺഇൻറ്റൻഷണൽ ഡാമേജ്, അതായത് ചിലപ്പോൾ സിസ്റ്റത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തൊക്കെയാണ് ചെയ്യാൻ അവർക്ക് തന്നെ അറിയില്ല. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാക്കേഴ്സ് ആയിരിക്കും. അതാണ് ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് ന്യൂബി ഹാക്കേഴ്സ് ആണ് ഹു ആർ ലേണിംഗ് ടു ഹാക്ക്. ദേ ആർ ഓഫൻ നോട്ട് അവെയർ ഓഫ് കോൺസിക്വൻസസ് ഓഫ് ദിയർ ആക്ഷൻ. അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതിൻ്റെ കോൺസിക്വൻസസ് ഒന്നും അറിയാതെ ചിലപ്പോൾ കയറിയിട്ട് അങ്ങോട്ട് ഹാക്ക് ചെയ്യും. ആൻഡ് കോസ് അൺഇൻറ്റൻഷണൽ ഡാമേജ്, അറിയാതെ തന്നെ വിത്തൗട്ട് നോവിങ്, ചിലപ്പോൾ അത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് പോലും അറിയാതെ ചിലപ്പോൾ അൺഇൻറ്റൻഷണൽ ഡാമേജ് ഒക്കെ ചെയ്യും. അതായത് അവർ വളരെ അത്രയധികം സ്കിൽസ് ഇല്ലാത്തവരായിരിക്കും. ദേ ആർ ലേണിംഗ് ടു ഹാക്ക്, അതായത് ന്യൂബി ഹാക്കേഴ്സ് ആണ്. അപ്പോൾ ഇത്ര ടൈപ്സ് ആണ് ഹാക്കേഴ്സ് വരുന്നത്: വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ ഹാറ്റ് ഹാക്കർ. ഇതാണ് 3 മെയിൻ ഹാക്കേഴ്സ്. പിന്നെ അടുത്ത ഡിവിഷൻ വരുന്നതാണ് റെഡ് ഹാറ്റ് ഹാക്കർ, ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ്.